ഒന്നിച്ച കർത്താവിൻ്റെ വചനത്തിൽ ചിന്തിക്കാനായിട്ട് ചില സമയങ്ങളെടുക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തപ്പോഴേ പ്രത്യേകിച്ചും വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ 2 അധ്യായം ഞാൻ എടുത്തിരുന്നു. അധ്യായത്തിൻ്റെ മേജറായിട്ടുള്ള ഒരു അത് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ബേസിക് ഒരു ക്രൈറ്റീരിയയും ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായമാണ്. നമുക്കെല്ലാവർക്കും ബർത്ത്ഡേ ഉണ്ട് അല്ലേ? നമ്മുടെ എല്ലാവരും ബർത്ത്ഡേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. വെൻ ഈസ് അവർ ബർത്ത്ഡേ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒരു ഡേറ്റ് ഉണ്ട്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് എത്ര ബർത്ത്ഡേ ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? 2 ബർത്ത്ഡേ ഉണ്ട് അല്ലേ? 2 ബർത്ത്ഡേ ഉണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം 2 ബർത്ത്ഡേ ഉണ്ട്. ഒന്ന് ഈ ലോകത്തിൽ ജനിച്ച ഒരു ദിവസം, മറ്റേത് ക്രിസ്തുവിൽ ജനിച്ച ഒരു കാര്യം. ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഭാഗം. അല്ലെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കാം. ലെറ്റ്സ് റീഡ് വേഴ്സ് 1. 1-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 1. നമുക്കറിയാം നിക്കോദോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു പരീശനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം അവിടുത്തെ ഒരു പ്രമാണിയായിരുന്നു, അല്ലെങ്കിൽ he was a ruler of the Jews ആയിരുന്നു. അപ്പം അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് നല്ല തിട്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു നിക്കോദോസ്. പലപ്പോഴും നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ വരാനായിട്ട് പകൽ വരാനായിട്ട് നമുക്ക് മടിയാണ്. എന്താണ് കാരണം? കർത്താവിൻ്റെ അടുക്കൽ എന്താ പ്രശ്നം? കാരണം ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ഒരു പക്ഷെങ്കിൽ അവഗണിച്ചെന്നിരിക്കും. കാരണം അദ്ദേഹം ഒരു യഹൂദ പ്രമാണിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ അടുക്കൽ പോവുക എന്ന് പറയുമ്പോഴത്തേക്കും അതെല്ലാവരും കാണുമ്പം പകലൊക്കെ പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ട് പലപ്പോഴും രാത്രിയിലാണ് പല കാര്യത്തിനും വേണ്ടി ഇവർ പോകുന്നത്. അപ്പം നിങ്ങൾ കണ്ട ഒരു കാര്യം, രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ ചെന്നു. അല്ലെങ്കിൽ പകൽ എത്രയോ സമയം കർത്താവ് ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും പോകാതെ രാത്രിയിൽ ചെന്നു. കാരണം ബിക്കോസ് ഹി വാസ് സ്കേർഡ് ടു സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, അല്ലെങ്കിൽ കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, എന്തായാലും അദ്ദേഹം ഒരു രാത്രി ആയപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്നു. കർത്താവിനോട് ചെന്നിട്ട് ചോദിച്ചു, കർത്താവേ, നീ ഉയരത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുമ്പോൾ യേശു വളരെ അധികാരത്തോടു കൂടെ തന്നെ യെരൂശലേം ദേവാലയമൊക്കെ ക്ലീൻ ചെയ്തതായിട്ട് കാണും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷാപ്രമാണിയായ അദ്ദേഹത്തിന് മനസ്സിലായി, ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് രഹസ്യത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച ഭാഗമാണ്. അപ്പം ആദ്യമായി കർത്താവ് അദ്ദേഹത്തോട് പറയുന്ന ഭാഗം 3-ാമത്തെ വാക്യം വേഴ്സ് 3. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം. മോസ്റ്റ് അഷ്യൂർഡ്ലി ഐ സേ ടു യു. അപ്പം സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എന്ന് പറയുന്നു. പക്ഷേ ഇവരുടെ ലാംഗ്വേജിൽ അത് അങ്ങനെ തന്നെയാണ്, അതിന് യാതൊരു വ്യത്യാസവും ഇല്ല, അത്രമാത്രം കൃത്യമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ആമേൻ ആമേൻ എന്ന് ഉള്ള വേർഡ് 2 പ്രാവശ്യം ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതുന്ന മോസ്റ്റ് അഷ്യൂർഡ് സംബഡി ഈസ് ഗിവിങ് ആൻ അഷ്യൂറൻസ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എൻ അഷ്യൂറൻസ്. അത് തന്നെ ഇറ്റ് ഈസ് ഒരു ഹയർ ഡിഗ്രിയാണ്. ഇറ്റ്സ് ഈസ് മോസ്റ്റ് അഷ്യൂറൻസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അഷ്യൂർഡ്ലി ഐ സേ ടു യു എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ വചനം വേറെ നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് ദൈവമൊന്നും മാറ്റാൻ പോകുന്നില്ല. അതാണ് എൻ്റെ വ്യത്യാസം. നമ്മൾ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നമുക്കതിനെ എന്ത് മനസ്സിലാകണമെന്നോ എന്ത് ചിന്തിച്ചെന്ന് പറഞ്ഞാലും, പക്ഷേ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഐ സേ ടു യു അൺലെസ് വൺ ഈസ് ബോൺ അഗെയിൻ. അല്ലെങ്കിൽ മലയാളത്തിൽ വായിച്ചിട്ട് പറയാം, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഒരു പുതുതായിട്ട് ജനിക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് കർത്താവ് അവിടെ പറയുകയാണ്. പുതുതായിട്ട് ജനിച്ചില്ല എങ്കിൽ ആർക്കും ഹി കനോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ ദൈവരാജ്യത്തിൽ കാണുന്നതിന് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് പുതുതായി ജനിക്കണം എന്നുള്ളൊരു കാര്യം പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ ഒരു ജനനമുണ്ടായി, പിന്നെ രണ്ടാമത് ഒന്നുകൂടെ ജനിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്രിസ്ത്യൻ ആകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 2 ബർത്ത്ഡേ ഉണ്ടായിരിക്കണം.
ഒരു പക്ഷേങ്കിൽ നമുക്ക് പലരും പണ്ട് കാലത്ത് ഇപ്പം എൻ്റെ തന്നെ ബർത്ത്ഡേകൾ ഞാൻ ചിലപ്പം പറയാറുണ്ട്, അത് എക്സാക്ട്ലി അത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം പ്രായമുള്ളവരെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് ഈ ഡേറ്റ് ഒന്നും കൃത്യമായിട്ട് എഴുതത്തില്ല. ഏകദേശമൊക്കെ ഒരു ഡേറ്റിലൊക്കെ ആയിരിക്കും പല കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പലരും വിശ്വാസത്തിൽ വന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് വന്ന ആ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് കൃത്യമായ ഡേറ്റ് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ അറിയത്തില്ലായിരിക്കാം. പക്ഷേ ദർ ഇസ് എ ഡേറ്റ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യത്തിനകത്ത് കൃത്യത ഉണ്ടായിരിക്കണം. അപ്പം ആദ്യമേ നമുക്കൊരു ജനനമുണ്ട്. കർത്താവ് തന്നെ പറയുന്നു രണ്ടാമത്തെ ഒരു ജനനം എന്ന് പറയുന്നത് ദാറ്റ് വൺ മസ്റ്റ് ബി ബോൺ അഗെയിൻ, പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞു. അത് ജനിക്കാത്ത പക്ഷം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഏതെങ്കിലും നമ്മളായിരിക്കുന്ന ചർച്ചസിൽ ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് മെമ്പർഷിപ്പ് ബുക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ പല ചർച്ചസുകളും നമുക്ക് മെമ്പർഷിപ്പ് ബുക്കുകളുണ്ട്. ആ മെമ്പർഷിപ്പിൽ നമുക്ക് അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ചില ക്രൈറ്റീരിയസ് ഉണ്ട്. ആ ക്രൈറ്റീരിയകൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഗനൈസേഷൻ്റെ ഭാഗമായി തീരാണ്. പക്ഷേ അവിടുത്തെ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്, സ്വർഗത്തിലെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് പറഞ്ഞു, ഒരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു. ആ പുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു? ജീവൻ്റെ പുസ്തകം. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എന്ന് അവർ പറഞ്ഞത്. അപ്പം ജീവൻ്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ പേരെഴുതി കാണണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈ ലോകത്തിലെ എവിടെയൊക്കെ എന്തൊക്കെ പേരുണ്ടെന്ന് പറഞ്ഞാലും എത്ര വലിയ പൊസിഷൻ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന് ദൈവവചനം കൃത്യമായി പറയണം. അപ്പം കർത്താവ് ഇവിടെ പറയണം, മോസ്റ്റ് അഷ്വർഡ്ലി എ പേഴ്സൺ മസ്റ്റ് ബി ബോൺ അഗെയിൻ, ഓർ എൽസ് പുതുതായി ജനിക്കണം എന്ന്, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് ജനിക്കണം എന്നുള്ളൊരു കാര്യം എന്ന് കർത്താവ് പറയുകയാണ്. അപ്പം ആക്ച്വലി അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് കർത്താവെ, വേഴ്സ് 4 4-ാമത്തെ വാക്യം. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. വളരെ കൺഫ്യൂസിങ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കർത്താവ് പറഞ്ഞത്. കാരണം പക്ഷേ അവർക്കറിയാം കർത്താവ് അവർക്ക് പുനരുദ്ധാനം ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇവർക്കറിയാം. പക്ഷേ എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കർത്താവിനടുക്കൽ ആ ചോദ്യം ഡൗട്ട് അങ്ങോട്ട് തന്നെ ചോദിക്കുകയാണ്, കർത്താവെ വീണ്ടും എങ്ങനെ ഇങ്ങനെ ജനിക്കാനായിട്ട് രണ്ടാമത് ഒരു നാച്ചുറൽ ബർത്ത് പോസിബിൾ ആണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിക്കുകയാണ്. അതാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഭാഗം വളരെ മനോഹരമാണ്. വേഴ്സ് 5 5-ാമത്തെ വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. Again, most assuredly I say to you, പിന്നെയും കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. അതാര് പറഞ്ഞാലും കാരണം സ്വർഗവും ഈ പുതിയ യെരുശലേമും എല്ലാം ദൈവത്തിൻ്റെതാണ്. അവിടെ അംഗത്വം ഉണ്ടായിരിക്കണമെങ്കിൽ അവിടുത്തെ രീതിയിൽ നമ്മൾ ചെന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ പറയുകയാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഈ വെള്ളം എന്നുള്ളൊരു കാര്യത്തെ കൊണ്ട് ഒരു പക്ഷെങ്കിൽ ഐ ഹേർഡ് മെനി എക്സ്പ്ലനേഷൻ ഓഫ് ഇറ്റ്. ഒരു പക്ഷെങ്കിൽ ചിലർ പറയുന്നത് അത് അമ്മയുടെ ഉദരത്തിലെ വെള്ളമാണ്. കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു നാച്ചുറൽ ബർത്ത് അതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദോസ് എക്സ്പ്ലനേഷൻസ് ആർ റൈറ്റ്. വേറൊരു എക്സ്പ്ലനേഷൻ അതിനകത്ത് പറയുന്നത് ബാപ്റ്റിസമാണ്. ബാപ്റ്റിസവും അതുതന്നെയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ തന്നെ അത് കാരണം ശവോടക ശുശ്രൂഷയോട് കൂടിയാണ് ബാപ്റ്റിസം. അതും ഒരു ജനനത്തിൻ്റെ ശുശ്രൂഷയായിട്ടല്ല നമുക്ക് ദൈവജനത്തിനകത്ത് കാണുന്നത്. പിന്നെ അതിലേറ്റവും കൂടുതൽ സമാനമായിട്ട് എനിക്ക് തോന്നുന്നതായിട്ടുള്ളൊരു കാര്യം ദൈവജനത്തെക്കുറിച്ചാണ്. ആ വെള്ളം എന്നുള്ളൊരു കാര്യത്തെ പ്രതിദാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം വെള്ളത്താൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു വീണ്ടും ജനനമുണ്ട്. എന്താണ് വെള്ളത്താൽ അല്ലെങ്കിൽ ദൈവവചനത്താൽ ഉണ്ടാകുന്ന? ആ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 പത്രോസ് 1 അധ്യായത്തിൻ്റെ 22 23 വാക്യങ്ങൾ. 22 23 വാക്യങ്ങൾ. Let's see that verse. 1 Peter chapter 1 verse 22 and 23. അപ്പം ആ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നുള്ളൊരു പദം അവിടെ യൂസ് ചെയ്യുകയാണ്. അപ്പോസ്തലന്മാരും അതേ പദം യൂസ് ചെയ്യാണ്. ഒരു വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ശരിക്കും പറഞ്ഞിരിക്കുന്ന ആ വേർഡ് എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു കുട്ടി ജനിക്കുവാൻ പോകുന്ന ആ ഒരു വിത്ത്, അതേ സെയിം വേർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം
ഒരു ജനനത്തിന് എങ്ങനെ ഒരു വിത്ത് ഉതകുന്നുവോ അതുപോലെ തന്നെയുള്ള വാക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന ഹാവിങ് ബീൻ ബോൺ അഗെയിൻ നോട്ട് ഓഫ് കറപ്റ്റബിൾ സീഡ് ബട്ട് ഇൻകറപ്റ്റബിൾ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ദൈവവചനം എന്നുള്ള വിത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ വീണിട്ട് അത് ഒരു ജനനത്തിന് കാരണമാകുന്നു. ആ അവിടെ പറഞ്ഞിരിക്കുന്നത് which a word of God which lives and abides. അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ദൈവവചനം കൃത്യമായിട്ട് ഒരു വാക്യോടെ നമുക്ക് വായിക്കാം. എഫെസ്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം, Ephesians chapter 1 verse 13, 1-ന്റെ വാക്യം. എഫെസ്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അവിടെയും ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. വീണ്ടും ജനിക്കാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ആ കാര്യങ്ങൾ നമുക്ക് വരുന്നത് 1:13 വായിച്ചാൽ, അവനിൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ, അതുകൊണ്ടാണ് അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പം ദൈവവചനം കേട്ടിട്ട് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നു. മനസ്സിലായോ? അപ്പോൾ രണ്ട് കാര്യങ്ങളും അവനിൽ നമുക്കറിയാം, സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്നെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ്. അപ്പം ദൈവവചനം പിന്നെയും എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യത്താലാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. അപ്പം ദൈവവചനം നമ്മൾ കേൾക്കുകയും അത് വിശ്വസിക്കുകയും അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ രൂപാന്തരത്തിലേക്ക് നടത്തുന്നു, ഒരു പുതിയ മനുഷ്യനിലേക്ക് നടത്തുന്നു. ഈ പ്രക്രിയയ്ക്കാണ് വീണ്ടും ജനനം എന്ന ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. ഇനിയും കർത്താവ് പറഞ്ഞ വാക്യത്തിലേക്ക് മടങ്ങി വരാം. 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. മോസ്റ്റ് അഷ്യൂർഡ്ലി ഐ സേ ടു യു, 5-ാമത്തെ വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുക. അപ്പോൾ രണ്ട് കാര്യമാണ്, വെള്ളത്താൽ ജനിക്കണം. വെള്ളത്താൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ദൈവവചനമാണ്. 2 ആത്മാവിനാലും ജനിക്കണം, ദൈവത്താലും ആത്മാവിനാലും. എഫെസ്യ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ ദൈവവചനം നമ്മൾ കേൾക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നു എന്ന് പറഞ്ഞു. അത് 1 പത്രോസിൽ നമ്മൾ വായിച്ചപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും കൂടെ ഒരു വീണ്ടും ജനനത്തിലേക്ക് നമ്മളെ നടത്തുകയാണ്. അപ്പം ഒരു ഹൃദയത്തിലൊരു രൂപാന്തരത്തിലേക്ക് നടത്തുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്, ഒരു പുതിയ മനുഷ്യനാക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു പുതിയ രൂപാന്തരം ഉണ്ടാകുകയാണ്. അതൊരു പുസ്തകത്തിലോ ഒരു ഓർഗനൈസേഷനിലോ ചേരുന്ന പരിപാടി അല്ല, മറിച്ച് ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്, വലിയൊരു സർജറിയാണ്. നമുക്കറിയാം, നമ്മളൊരു കാറ് നമ്മളൊരു കാർ ഇറക്കി കൊണ്ടുവന്നു. ആ കാറ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ അത് ആക്സിഡൻ്റായി. നമ്മൾ പറയും, ഇൻഷുറൻസ് ഭാഷയിൽ പറഞ്ഞ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും അതിനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവർ ടോട്ടൽ റീപ്ലേസ്മെൻറ്റിനായിട്ട് പോകും. അതുപോലെ മനുഷ്യനെന്നുള്ള വ്യക്തിയെ നന്നാക്കാനായിട്ട് കഴിയാതെ വണ്ണം അവൻ്റെ ഹൃദയം അത്രമാത്രം ദുഷ്ടത നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവന് വേണ്ടി പുതുതായി ഒന്നുണ്ടാക്കി. അപ്പോൾ പുതുതായ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി എടുത്തുന്ന പ്രക്രിയയാണ് വീണ്ടും ജനനം. എൻ്റെ പൊന്നു സഹോദരി സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ഏതെങ്കിലും ചില മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമല്ല, ഹൃദയത്തിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഇതൊരു ഹൃദയത്തിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കർത്താവ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അടുത്ത വാക്യം, വേഴ്സ് 6, 6-ാമത്തെ വാക്യം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവുന്നു. രണ്ടും രണ്ട് ജനനമാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിലെ നമ്മളുടെ പേരൻസിനാൽ ഒഴിവാകുന്ന ഒരു ജനനമാണ്, ദ ഫസ്റ്റ് ബർത്ത്ഡേ. പക്ഷെ സെക്കൻഡ് ബർത്ത്ഡേ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ. അപ്പം വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്, യെസ് ഐ ഹാവ് ബോത്ത്, എനിക്ക് രണ്ടുമുണ്ട് എന്ന് ധൈര്യത്തോടെ പറയുവാനായിട്ട് ഇടയായിത്തീരും. അടുത്ത വാക്യം വായിച്ചോട്ടെ. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഈ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്.
കാറ്റിനെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ കാറ്റിനെ? കാറ്റിനെ കാണാൻ പറ്റുമോ? കാറ്റിനെ കാണാൻ പറ്റത്തില്ല. കാറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാം അല്ലേ? കാറ്റടിക്കുന്നു ആണ്. എങ്ങനെയാണ് നമ്മൾ കാറ്റടിക്കുന്നു നമ്മൾ മനസ്സിലാകുന്നത്? വൃക്ഷങ്ങളൊക്കെ ആടുമ്പോൾ നമ്മൾ പറയും കാറ്റടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈ നനി, അല്ലെങ്കിൽ ഒരു കാറ്റിൻ്റെ ഒരു ശക്തി ഒന്ന് അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയും കാറ്റടിക്കുന്നു. അല്ലാതെ കാറ്റിനെ കാണാൻ പറ്റുന്നുണ്ടോ? പൊടി മൂന്നാണ് നമുക്ക് കാറ്റടിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ കാറ്റിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് എവിടേക്കാണ് വരുന്നത്? നമുക്ക് ഡയറക്ഷൻ, ഒരു കളറില്ല അതിന് അല്ലേ? കളറുണ്ടോ അതിന്? ഒരു കളറും ഇല്ല. അപ്പം എവിടെ നിന്നൊക്കെയോ പോകുന്നു. പക്ഷേ അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് മൊത്തം എങ്ങനെയാണ്? ഏതെങ്കിലും കാര്യങ്ങൾ അതുകൊണ്ട് മൂവ് ചെയ്യുന്നത് വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ പലരുടെയും ചിന്ത, ഞാൻ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യും, അങ്ങനെ വേണമെങ്കിലും ചെയ്യും, എങ്ങനെയായാലും ഇതെല്ലാം പരിശുദ്ധാത്മാവെന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റില്ല. എന്നെ കേൾക്കണേ എല്ലാവരും, മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ കാരണം കാറ്റ് എങ്ങോട്ട് വേണമെങ്കിലും ഊതാവല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിന് എങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്യാമല്ലോ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയല്ല ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം എന്നാണെന്ന് അറിയാമോ? നമ്മൾ ഒരു കാറ്റിനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇപ്പം ഞാൻ നിങ്ങളുടെ നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നു. ഒരു പീസ് എടുത്തൊരു ഒരു ഇന്ന് ചികഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ക്യാൻ യു ഷോ മീ ദ ഹോളി സ്പിരിറ്റ് ഇസ് ഇൻ യു എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ കർത്താവ് പറയുമ്പം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും? അതിൻ്റെ എഫക്റ്റ് കാണുമ്പം നമുക്കറിയാം, യെസ്, ദർ ഈസ് ഹോളി സ്പിരിറ്റ് ഇൻ ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മ. ഒരു വ്യക്തി വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ആ ചർച്ച വരുന്നത് കൊണ്ടോ എല്ലാ ആഴ്ചയിലും മീറ്റിങ്ങിന് വന്നത് കൊണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ? കാറ്റടിക്കുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കുണ്ടാകുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ട്. ആ ഒഴുക്ക് കണ്ടിട്ട് പറയും, ഇത് സാക്ഷാൽ ദൈവപുത്രനാണ്, അല്ലെ ദൈവമക്കളാണ് എന്ന് പറയും. മനസ്സിലായോ? എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും? അപ്പം അതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ അതിന് ഇഷ്ടമുള്ളതൊക്കെ ഒന്നുണ്ട്. പരിശുദ്ധാത്മാവുള്ളവരെല്ലാവരും ഇഷ്ടമുള്ളവരും ബോധിച്ചതുപോലെ എല്ലാം ചെയ്യുന്ന അതിനെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പുറകെ നമ്മൾ കൂടരുത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും പക്ഷെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാം. വീണ്ടും ജനിച്ച ദൈവമക്കൾ ഒരിക്കലും നമുക്ക് അവരുടെ ജീവിതത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദെയർ ഈസ് ആൻ എഫക്റ്റ് ഓഫ് ദ ഹോളി. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വിധിക്കാം. ഒരിടത്ത് പറഞ്ഞു വിധിക്കരുത് എന്ന് പറഞ്ഞു. ആ വിധിക്കുന്നു പറഞ്ഞു. എന്നാൽ വേറൊരിടത്ത് പറഞ്ഞു വിധിക്കാം. എങ്ങനെ വിധിക്കണം? ഒരു വൃക്ഷത്തിൻ്റെ മാവിൻ്റെ ചവിട്ടി ചെന്നച്ച് തേങ്ങ വീഴുമ്പോഴും ഇതിനെ ഈ പറയുന്നത് ഇത് മാവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമല്ലേ? മാവിൽ നിന്നും വീഴുന്നത് മാങ്ങയാണ്. ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ അവന് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് അവനിൽ നിന്ന് വരേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം അവനിൽ നിന്ന് പുറത്ത് വരുന്നില്ലെങ്കിൽ അപ്പോഴും അവൻ ക്രിസ്ത്യാനിയാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. മനസ്സിലാകുന്നുണ്ടല്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് എന്നാ പറഞ്ഞു? ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആത്മാവിനാൽ വീണ്ടും ജനിച്ച വ്യക്തി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വാക്യത്തിലെ വേഴ്സ് 9, 9-ാമത്തെ വാക്യം. നിക്കോദെമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ശരിയാ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ. മാനുഷികമായ പ്രിയ സഹോദരങ്ങളെ, ഇത് ഇംപോസിബിൾ ആണ്. കാരണം നമുക്ക് നല്ല ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. നമ്മുടെ പല എന്നോടൊക്കെയുള്ളൊരു ആൻറ്റി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് നന്നായിട്ട് കുടിക്കുന്നവനാണ്, അതുകൊണ്ട് എങ്ങനെയും പ്രാർത്ഥിച്ചൊക്കെ എന്താണ് വേണ്ടത്, കുടി മാറണം, അതേ ഉള്ളൂ വിഷയം. പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ചിലപ്പം വേറൊരു പ്രത്യേക സാഹചര്യത്തിൽ ആൾക്ക് പിന്നെയും വേറെ ഇതിലേക്ക് പോയെന്നിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം ഒരു വ്യത്യാസം വരുത്തിയാണ്. നമുക്കറിയാം, നമുക്കെല്ലാം വി ഓൾ ഇൻഹെറിറ്റ് സം കൈൻഡ് ഓഫ് ക്വാളിറ്റീസ് ഫ്രം അവർ പേരൻസ്. നമ്മുടെ പേരൻസിൻ്റെ സ്വഭാവം നമ്മളിൽ കുറച്ചൊക്കെ ഉണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും നമ്മൾ കുറച്ചൊക്കെ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി നമ്മളിലും ഇമ്പാർട്ട് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ക്വാളിറ്റി നമ്മളിലും ഇമ്പാർട്ട് ചെയ്യപ്പെടും. അപ്പം ഇത് നോർമലി ഉണ്ടാകത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാം ഉണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, വേഴ്സ് 10, 10-ാമത്തെ വാക്യം.
യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരിക്കുന്നുവോ, ഇത് അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. കാരണം ഹി എക്സ്പെക്റ്റഡ് ഹിം ടു നോ ദാറ്റ്, അത് അറിയണമെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വേഴ്സ് 11, 14 വാക്യം. 13, 14, 15 ഈ 3 വാക്യം ഒരൊറ്റ വാക്യം. മനസ്സിലായോ? 13, 14, 15 ഒറ്റ വാക്യം. No one has ascended from heaven but he who has come down from heaven, that is the Son of Man who is in heaven. And as Moses lifted up the serpent in the wilderness, even so must Son of Man be lifted up, that whoever believes in him should not perish but have eternal life. നമ്മൾ ഈ 15-ാമത്തെ വാക്യം മാത്രം നമ്മൾ വായിച്ചെന്ന് വിചാരിച്ചു. Whoever believes in him will have eternal life എന്ന് പറയുമ്പം നമ്മൾക്ക് പെട്ടെന്ന് വിചാരിക്കും കർത്താവ് പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണം എന്നുള്ളൊരു കാര്യമല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വാക്യങ്ങൾ അസ്ഥാനത്തോട്ട് നമ്മൾ മാറ്റി പിരിച്ച് പറയരുത്, ചേർത്ത് വായിക്കുക. ചേർത്ത് വായിച്ചേ അതിന് മേളിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അത് ചേർത്ത് അതിന് മേളിൽ എഴുതിയിരിക്കുന്ന മോശ എങ്ങനെയാണ് ഒരു സർപ്പത്തെ ഉയർത്തിയത്, അതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ആൻഡ് ഹൂഎവർ ബിലീവ്സ് ഇൻ ഹിം വിൽ ഹാവ് എറ്റേണൽ ലൈഫ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും? മനസ്സിലായോ? ഇത് രണ്ടും 2 ഇവൻ്റ് അല്ല, ഒരേ ഒരു കാര്യത്തെക്കുറിച്ചായി പറഞ്ഞു വരുന്നത്. ഹൂഎവർ ബിലീവ്സ് ഇൻ ഹിം, ദാറ്റ് മീൻസ് കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് നമ്പേഴ്സിലെ ഭാഗം ഒന്ന് വായിക്കാം. നമ്പേഴ്സ് ചാപ്റ്റർ 21-ാമത്തെ അധ്യായത്തിന് 9-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 21:9. നമുക്കറിയാം അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടായിരുന്നല്ലോ. മോശയുടെ കാലഘട്ടത്തിൽ മോശ ഏകദേശമൊക്കെ അടുത്ത് വന്ന സമയത്ത്, ആ സമയത്ത് ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര പിറുപിറുപ്പുണ്ടായി. ഇതെന്തൊരു ബോറിങ് പരിപാടിയാണ്, എന്നും രാവിലെ മന്ന എന്നുള്ള ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ വന്നു. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, വെൻ ദേ ജേർണീഡ് ഫ്രം മൗണ്ട് ഹോർ ബൈ ദ വേ ഓഫ് ഐസാട്ട്. 4-ാമത്തെ വാക്യം, വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. അടുത്ത വാക്യം മനസ്സിലായി. ദൈവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെള്ളവും അപ്പമൊക്കെ കൊടുത്തതാണ്, പക്ഷേ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല. അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല. ഇതെന്താണ് ഈ മന്ന, ഇതെന്തോ എന്നും ഈ മന്ന ഇങ്ങനെ കഴിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട്. എൻ്റെ പൊന്നു പ്രിയ സഹോദരങ്ങളെ, ഇറ്റ് ഈസ് നത്തിങ് റോങ് ഇൻ തിങ്കിങ് ഹൈ, ബട്ട് ദറ്റ്സ് എവറിത്തിങ് റോങ് ഇൻ കംപ്ലൈനിങ്. മനസ്സിലായോ? ദർ ഇസ് നത്തിങ് റോങ് ഇൻ തിങ്കിങ് ഹൈ, ബട്ട് എവറിത്തിങ് റോങ് ഇൻ കംപ്ലൈനിങ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ജനം എന്ത് ചെയ്തു? തന്ന മന്നായിക്ക് കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. ഇതെന്തൊരു മന്നായ, ഇതെന്തൊരു കൊള്ളത്തില്ല എന്നും പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? 6-ാമത്തെ വാക്യം, ദെൻ ദ ലോർഡ് സെൻഡ്. വായിച്ചാട്ട്. അപ്പം നീ നമ്മളോട് ചോദിക്കുക, ദൈവം അങ്ങനെ ചെയ്യുമോ? ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിലോട്ട് അഗ്നി സർപ്പത്തെ പറഞ്ഞുവിടാൻ ദൈവത്തിന് ദൈവം അങ്ങനെ ചെയ്യുമോ? ദൈവം കരുണയുള്ള ദൈവമല്ലേ? അതെ. പക്ഷേ ഈസ് ഓൾസോ എ ഡിസിപ്ലിൻ ഗോഡ്. ദൈവം അവരുടെ മധ്യത്തിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ കംപ്ലൈൻറ്റിങ് മാത്രമേ നമ്മുടെ ഭാഗമാക്കുള്ളൂ. എന്തെടുത്താലും കംപ്ലൈൻറ്റ്. ജീവിതത്തിൽ നമുക്കൊരു തൃപ്തിയില്ലാത്തൊരവസ്ഥയാണെങ്കിൽ മരണം വളരെ വലിയൊരു പോസിബിലിറ്റിയാണ്. വളരെ ക്ലിയറായിട്ട് മനസ്സിലായിക്കണം. ഇവരും മോശയോട് ചേരുവാൻ, അവരും ചെങ്കടൽ കടന്നവരും, അവർ എന്നും കൂടെയാണ്, അവർ പരിശുദ്ധാത്മാവിൻ്റെ തണൽ പ്രാപിച്ചവരും ഒക്കെയാണ്. പക്ഷേ പിന്നോട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? അവരുടെ ജീവിതത്തിൽ മരണം അവരെ പിടിക്കുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു അവരോട് പറഞ്ഞിരിക്കാറ്. അടുത്ത വാക്യം, therefore, മനസ്സിലായി. അപ്പോൾ മോശ അങ്ങനെ ഉണ്ടാക്കി. അപ്പം ഇതേ കാര്യമാണ് കർത്താവ് കോട്ട് ചെയ്ത് പറയുന്നത്. അന്ന് മോശ ചെയ്തതുപോലെ മനുഷ്യപുത്രനെ നിങ്ങളുടെ രക്ഷയ്ക്കായി ഉയർത്തേണ്ടതാകുന്നു. ആരോടാ പറയുന്നത്? നിക്കോദീമോസിനോട്.
മനുഷ്യപുത്രനെ. നമ്മൾ ദൈവത്തിൻ്റെ അത് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം പറയുകയാണ്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവൻ, അതാ ഞാൻ പറഞ്ഞത്, ഈ വാക്കുകൾ രണ്ടും കൂടെ പിരിച്ചു മാറ്റരുത് എന്ന് പറഞ്ഞത്. മൂന്നാം അധ്യായത്തിൻ്റെ 14-15 നമ്മൾ, ആൻഡ് ആസ് മോസസ് ലിഫ്റ്റഡ് അപ്പ് ദ സെർപ്പന്റ് ഇൻ ദ വിൽഡർനെസ്, ഈവൻ സോ മസ്റ്റ് സൺ ഓഫ് മാൻ ബി ലിഫ്റ്റഡ് അപ്പ്, ദാറ്റ് whoever believes in him should not perish but have eternal life. അപ്പോൾ ആർക്കാണ് നിത്യജീവൻ ഉള്ളത്? ഈ ഉയർത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. യേശുവിനെ ആർക്കാ വേണ്ടാത്തത്? ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം വേറെ ഒന്നുണ്ട്. നമ്മളെപ്പോൾ ചെന്നിട്ട് കർത്താവെ തെറ്റിപ്പോയെന്ന് പറയുമ്പോൾ ക്ഷമിക്കുന്നു, കർത്താവെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ക്ഷമിക്കുന്നു. നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് ആർക്കാ വേണ്ടാത്തത്? അവൻ്റെ മക്കളല്ലെങ്കിലും ആരല്ലെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടി ഉള്ളപ്പം ആ യേശുവിനെ എല്ലാവർക്കും വേണം. എവിടെയൊക്കെ പോകുമ്പോഴും യേശു എന്നെ സഹായിക്കുന്നു, പ്രൈസ് ദ ലോർഡ്. പക്ഷേ അവിടെ കൊണ്ട് കാര്യം തീർന്നില്ല. പക്ഷേ ആ ഒരു യേശുവിനെ കുറിച്ചല്ല. നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. യേശുവിന് നല്ല ഫ്രണ്ടാണ്, യേശു എന്ന സൗഖ്യദായകനാണ്. ഇറ്റ്സ് ഓൾ ഗുഡ്, ഇറ്റ്സ് ഓൾ ട്രൂ, ഒക്കെ ശരിയാണ്. അതിൽ വിശ്വസിക്കുന്നതിൽ അതിൽ മാത്രമല്ല നിത്യജീവൻ നമുക്ക് കിട്ടുന്നത്. നിത്യജീവൻ കിട്ടുന്നത് എപ്പോഴാണ്? അവനോട് പറഞ്ഞു, അതാണ് ഞാൻ ഈ രണ്ട് വാക്കുകൾ നമ്മൾ പിരിക്കരുത്, ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ. വായിച്ചാട് 14-15 വായിച്ചാട്. അവനിൽ വിശ്വസിക്കേണ്ടവൻ, അങ്ങനെ ഉയർത്തപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ ഒത്തിരി പേരുണ്ട് യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാതെ യേശു നല്ലവനാണെന്ന് പറയുന്നു, യേശു നല്ല ഗുരുവാണെന്ന് തോന്നുന്നു ഒത്തിരിയും പേര് ഈ ലോകത്തിലുണ്ട്. പക്ഷേ അവർക്ക് നിത്യജീവനില്ല. പക്ഷേ നിത്യജീവൻ ലഭിക്കുന്ന ആർക്ക് മാത്രമാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ച് ഞാനും നിൻ്റെ കൂടെ മരിക്കുവാൻ റെഡിയാണ്, ഞാനും നിൻ്റെ കൂടെ വരികയാണ്, നിന്റെ മരണത്തിന് പങ്കാളികളായി തീർന്ന് സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ഉയർത്തെഴുന്നേരെന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. അവൻ എൻ്റെ കൂടെ ജീവിക്കുകയും അവൻ എപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. അടുത്ത വാക്യം വായിച്ചാൽ 16-ാമത്തെ വാക്യം, verse 16. For God so loved the world, ഈ വാക്ക് നമുക്ക് വളരെ കൃത്യം, God so loved the world that he gave his only begotten son, that whosoever believeth in him should not perish but have everlasting. He gave his only begotten son എന്ന് പറയുമ്പം എങ്ങനെയാണ് ഈ ഗേവ് എന്ന് ഉദ്ദേശിച്ച്? കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് കൊടുത്തത്? ഈ സർപ്പത്തെ കെട്ടിത്തൂക്കിയല്ലോ, അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ കെട്ടിത്തൂക്കും. പിതാവായ ദൈവം പറയുകയാണ്, എൻ്റെ മകനെ ഞാൻ കെട്ടിത്തൂക്കാനായി ഞാൻ തന്നിരിക്കുന്നു. ആർക്ക് വേണ്ടി? ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. എൻ്റെ തെറ്റുകളും ഞാൻ ചെയ്ത എല്ലാ പാപത്തിൻ്റെയും ശാപവും എല്ലാം ഈ കുഞ്ഞാടിൻ്റെ മേളിൽ കെട്ടിവെച്ച്, ഈ കുഞ്ഞാട് എനിക്ക് പകരമായി യാഗമാകുവാൻ പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. He gave his son to save me, save all of us. That is what it means. He gave. That was one-way process. It is not a reverse process. നമുക്കറിയാം, ഈ വെള്ളമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? എത്ര? 3 അല്ലേ? 3 ഉള്ളൂ. ഒന്നുകിൽ ഐസാകാം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലിക്വിഡാകാം, അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് ആയിരിക്കും. ഇത് പക്ഷെങ്കിൽ തണുപ്പിച്ചാൽ തിരിച്ച് ഈ ഫോമിലൊക്കെ നമുക്ക് ആയിത്തീരും അല്ലേ? പക്ഷേ ദൈവം എന്നുള്ള പൊസിഷനിൽ ഇറങ്ങി മനുഷ്യനായപ്പോൾ പിന്നെ തിരിച്ച് അതേ ഒരു പൊസിഷനിൽ അങ്ങനെ രീതിയില്ല. ഹി വാസ് ഹാവിങ് ദ സെയിം ഫോം. അതുകൊണ്ടാണ് ആണിപ്പഴുതേറ്റ കരം ഇപ്പോഴും ആണിപ്പറ്റേറ്റ കരമായിരിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഈ ആണിപ്പഴുതേറ്റ കരം. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായോ? ദാറ്റ് വാസ് വൺ വേ, ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഒന്നോർത്ത് നോക്കണം, നമ്മുടെ മധ്യത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൂരത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. അവർ ദൂരത്തോട്ട് പോകുന്നില്ല, ഇനി കാണാൻ പറ്റുന്നത്? സ്വർഗത്തിൽ നിന്നും ഹി ഗേവ് ഹിസ് സൺ. ഒരു റോസാപ്പൂവിനെ ട്രാമ്പിൾ ചെയ്യുവാൻ, നമ്മൾ ആ പാട്ടുകൾ ഓർക്കുന്നുണ്ടല്ലോ, ഒരു റോസാപ്പൂവിനെ ചവിട്ടിത്തേക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തേച്ച്
പിതാവ് മുഖം തിരിച്ചു കളഞ്ഞു. അവനെ ശിക്ഷിക്കുമ്പോൾ മുഖം തിരിച്ചു കളഞ്ഞു. He gave his son എന്ന് പറയുമ്പോൾ He gave his son to take all the punishment of everybody upon him. 3 മണിക്കൂർ നേരം അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചപ്പോൾ this is what it means. He gave his son. അവൻ്റെ മകനെ കൊടുത്തു എന്ന് പറയുമ്പോൾ, ഈ വാക്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യം നടന്നിട്ടില്ല. ഈ വാക്ക് പറയുമ്പോൾ ഈ വാക്യം നടന്നിട്ടില്ല. പറഞ്ഞ വാക്യം 16-ാമത്തെ വാക്യം, For God so loved the world that he gave his only begotten son to die just like that. മുമ്പ് പറഞ്ഞ ആ ഒരു സർപ്പത്തെ എങ്ങനെ തൂക്കിയിട്ടുവോ അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ നഗ്നനായി മെഡിസിനറിനിൽ, ദാറ്റ് ഇസ് മിഡ് ടെറൈൻ, ലോകത്തിൻ്റെ നടുക്ക് കൊണ്ടുപോയി നിർത്തിയേച്ചു പറഞ്ഞു. ദിസ് ഈസ് എ ടെസ്റ്റിമണി ഫോർ ദ ഹോൾ വേൾഡ്. ലോകത്തിന് മുഴുവനും സാക്ഷ്യമായി നിർത്തുകയാണ്. നിങ്ങൾക്ക് ആരൊക്കെ ഇതിൽ നോക്കുന്നുവോ അവർ ജീവിക്കും, നോക്കാത്തവൻ ജീവിക്കുകയില്ല. പ്രൈസ് ഗോഡ്. അപ്പം അവനിൽ നോക്കുന്നവർ ആരൊക്കെയാണ് നോക്കുന്നത്? അവനിൽ വിശ്വസിക്കുന്നവൻ. അതിന് മറ്റു വാക്കുകളാണ് വിളിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നു. Whoever believes in him will not perish. Whoever wants to live this life with him will not perish. I will give him eternal life. അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വന്നൊരു മീറ്റിങ്ങിൽ നമ്മളൊരു കൂട്ടായ്മയിൽ സന്തോഷിച്ച് പോകുന്നതല്ല. ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. And it is not going to end even at the death. മരണത്തിൽ പോലും തീരുന്നൊരു കാര്യമല്ല. അത് നിത്യയുഗായുഗമായി നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്കായിട്ടാണ് കർത്താവ് വിളിക്കുന്നത്. അത് ഒരു പുസ്തകത്തിൽ എഴുതുന്ന, ഈ ലോകത്തിലൊരു പുസ്തകത്തിൽ എഴുതുന്ന പരിപാടിയല്ല. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നൊരു പരിപാടിയാണ്. അതെങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ, കർത്താവെ ഞാൻ നിൻ്റേതായിരുന്നു. എങ്ങനെ ആ മനുഷ്യൻ ഞങ്ങളുടെ പാപങ്ങൾ തെറ്റുചാരായി എന്ന് പറഞ്ഞ് ആ മോശയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ മോശ അവർക്ക് വേണ്ടി ഒരു സർപ്പത്തെ ഉയർത്തി. അതുപോലെ തൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ആൻഡ് യു ഷാൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കും. പ്രൈസ് ദ ലോർഡ്. 17-ാമത്തെ വാക്യം, വേഴ്സ് 17. ഞാൻ പിന്നെയും പറയട്ടെ, ഒരു മനുഷ്യനെയും നരകത്തിലേക്ക് പറഞ്ഞയക്കുവാൻ ദൈവത്തിന് താല്പര്യമില്ല. ഒരു മനുഷ്യനെയും നരകത്തിലേക്ക് അയക്കുവാൻ ദൈവത്തിന് താല്പര്യമില്ല. He did not come here to condemn the world but to save the world. ലോകത്തിൽ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടിയ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത്. ഹല്ലേലൂയ. അതാണ് അവൻ്റെ പ്രൈമറി ജോബ്. ഹി കെയിം ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ദ ഡെവിൾ. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ അവൻ വന്നു എന്ന് ദൈവത്തിന് അത് രേഖപ്പെടുത്തുന്നു. അടുത്ത വാക്യം, വേഴ്സ് 18. അപ്പോൾ ന്യായവിധി എന്ന് പറയുമ്പോൾ ദ ജഡ്ജ്മെൻറ്റ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ എന്നല്ല ഇവിടുത്തെ കാര്യം. എന്താണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ? ഞാൻ നാളെ പിന്നെയും ഞാനിത് പറഞ്ഞു, നമ്മൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഈ 1 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, 10 മാർക്കിൻ്റെ ചോദ്യമുണ്ട് അല്ലേ? പക്ഷെ നമുക്കറിയാം 10 മാർക്കിൻ്റെ എഴുതിയാലേ നമ്മൾ ജയിക്കുകയുള്ളൂ. ഈ 1 മാർക്കിൻ്റെ ഒക്കെ എഴുതിയാൽ ഫുള്ള് കിട്ടുമായിരിക്കും, പക്ഷേ 10 മാർക്കിൻ്റെ ഇത് ജയിക്കുകയുള്ളൂ. ഈ മെയിൻ ക്വസ്റ്റ്യൻ ആണിത്. എന്താണെന്നറിയുമ്പോൾ ദ മെയിൻ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: ഒരു വ്യക്തി നരകത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നരകത്തിലേക്ക് പോകുന്നത്? വാക്യം ശ്രദ്ധിച്ച് വായിക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ ദാസന്മാർ ജീവൻ കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. വില്യം ടിൻഡേലൊക്കെ ജീവൻ കൊടുത്താണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അവർ ഈ ഗ്രീക്കിൽ നിന്നും ഹീബ്രുവിൽ നിന്നൊക്കെ ഇംഗ്ലീഷിലോട്ട് ഈ ബൈബിളൊക്കെ ട്രാൻസ്ലേറ്റ് സോ ദാറ്റ് കോമൺ പീപ്പിൾ ക്യാൻ റീഡ്. സാധാരണ മനുഷ്യന് നമുക്ക് ഈ 10, 100, 200 രൂപ അല്ലെങ്കിൽ 1000 രൂപയ്ക്കൊക്കെ ഈ ബൈബിൾ കിട്ടിയപ്പം ജീവൻ കൊടുത്താണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അവർ ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മൾ കൈ തന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വായിച്ചിട്ട് മനസ്സിലാക്കണം, ഇങ്ങനെ തന്നെയാണോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് വായിച്ചു നോക്കിയാൽ 18-ാമത്തെ വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഹി ഹു ബിലീവ്സ്, ഞാൻ വായിച്ചാൽ, പുത്രനിൽ വിശ്വസിക്കായികയാൽ ന്യായവിധിയുണ്ട്. വിശ്വസിച്ചെങ്കിലോ ന്യായവിധിയില്ല. അപ്പം ന്യായവിധി എന്താണ് തീരുമാനിക്കുന്നത്? വിശ്വസിക്കുന്നുവോ ഇല്ലയോ? മനസ്സിലാകുന്നുണ്ടോ? വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ ചില കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു, നമ്മൾ ഇന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ചല്ല, അവൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന നടപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു കൈവക്കോ ഒരു വാക്ക് പറയുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല, അവൻ്റെ കൂടെ നടക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവനില്ല. വളരെ ക്ലിയറാണ്.
പുത്രനുള്ളവന് ന്യായവിധിയില്ല, പുത്രനില്ലാത്തവനോ ന്യായവിധിയുണ്ട്. എന്തുകൊണ്ടാണ് ആ ന്യായവിധി തരുന്നത്? പുത്രനില്ലാത്തവനത് കാരണം ദൈവം ഇത്രത്തോളം സ്നേഹത്തിൽ ഇതൊക്കെയും തന്നപ്പോഴും പുറങ്കാല് കൊണ്ട് തട്ടിക്കളഞ്ഞേച്ച് ഐ ആം ദ റൈച്ചസ്, ഞാൻ നീതിമാനാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്തൊരു വിഷമമായിരിക്കും. അതുകൊണ്ടാണ് ഈ ന്യായവിധി കൂടെ കടന്നു പോകേണ്ടി വരുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അടുത്ത വാക്കുകൾ വായിച്ചാൽ വേഴ്സ് 19, 10-ാമത്തെ വാക്യം. അതുകൊണ്ടാണ് നമുക്ക് മിലീനിയം എന്ന് പറഞ്ഞൊരു സമയം, എന്ന് വെച്ചാൽ 1000 ആണ്ട് വാഴ്ച എന്നൊരു കാലഘട്ടം ദൈവം വെച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഈ 1000 ആണ്ട് വാഴ്ച കാലഘട്ടത്തിൽ പിശാച് ഇവിടെ ഇല്ല, പിശാചിനെ കെട്ടിയിരിക്കുകയാണ്. ആ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന സമയം, പിശാചിനെ അഴിച്ചുവിടുന്ന സമയത്ത് അന്നേരവും ഈ ജനമെല്ലാം കൂടി ഇവൻ്റെ പുറകെ പോവുക. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം നിനക്ക് വേണ്ടി നന്മ കാണിച്ചാലും തിന്മ കാണിച്ചാലും നീ തിന്മയെ താല്പര്യപ്പെടുന്നുള്ളൂ. നിൻ്റെ ഹൃദയത്തിലെ താല്പര്യം തിന്മയാണ്. അതുകൊണ്ടാണ് നീ ഇപ്പോൾ ന്യായവിധിക്ക് പോകുന്നത് എന്ന് ദൈവം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് വെളിച്ചം നിൻ്റെ അടുക്കൽ വന്നിട്ടും യു ഡോണ്ട് വാണ്ട് ഇറ്റ്, യു വോണ്ട് ടു ലുക്ക് ഫോർ എനിത്തിങ് ഈവൽ. നീ അതിനായി താല്പര്യപ്പെടുന്നു. ആ താല്പര്യമാണ് നിന്നെ നരകത്തിലേക്ക്, അല്ലാതെ ദൈവത്തിൻ്റെ സ്നേഹമില്ലായ്മയോ ദൈവം നിന്നെ അടുത്ത് വന്ന് നിന്നെ വിളിക്കാഞ്ഞതോ ഒന്നുമല്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ, ബസ് 10-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ, വേഗം വായിച്ചേ. അതെ, ഇപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ പേര് കർത്താവിൽ വിശ്വസിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം വേഗം വായിച്ചാൽ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. കൊലോസ്യൻ ചാപ്റ്റർ 1 വേഴ്സ് 13. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ആക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. there is going to be a citizenship ചേഞ്ച് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സിറ്റിസൺഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന പോലെ, നമ്മുടെ പാസ്പോർട്ട് ചേഞ്ച് ചെയ്യുന്നത് പോലെ നമ്മുടെ സിറ്റിസൺഷിപ്പ് പിശാചിൻ്റെ ലോകത്തിൽ നിന്നും കർത്താവിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, അവൻ്റെ രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് നമ്മളുടെ സിറ്റിസൺഷിപ്പ് മാറ്റുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ധൈര്യത്തോടെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറയുവാനായിട്ട് കഴിയണം. യെസ്, എൻ്റെ സിറ്റിസൺഷിപ്പ് മാറ്റിയതാണ്. ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നോട്ടെ, കർത്താവ് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിക്കൊള്ളതുകൊണ്ട് കർത്താവിൻ്റെ കരുണ കൊണ്ട് ഞാനും അവൻ്റെ കൂടെ പോകും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കേട്ടു കർത്താവ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് നമുക്ക് ഭാഗവക്കാകണ്ടേ? ഞാൻ പറഞ്ഞു 2 ബർത്ത്ഡേ ഉണ്ട്. 1 നമ്മുടെ നാച്ചുറൽ ബർത്ത്ഡേ, 2 നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച ബർത്ത്ഡേ. ആ ഒരു ബർത്ത്ഡേ നമുക്ക് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ആ ഡേറ്റ് ഒരു പക്ഷെങ്കിൽ കൃത്യമായി നമ്മുടെ മനസ്സിലില്ലെങ്കിലും, അറ്റ്ലീസ്റ്റ് യു നോ ഓൺ ദാറ്റ് ഡേ ഐ ഹാവ് ഡിസൈഡഡ്. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഞാൻ എൻ്റെ വാ കൊണ്ട് ഏറ്റു പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്കൊക്കെ ലേഖനത്തിൽ ആ പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ, കർത്താവ് പോലും ആ കാര്യങ്ങൾ അവിടൊന്നും പറയുന്നില്ല, പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു. കാരണം റോമർക്ക് ലേഖനത്തിൻ്റെ അതിൽ കർത്താവെന്ന് ഏറ്റു പറഞ്ഞാൽ, സീസർ അല്ല എൻ്റെ കർത്താവ് യേശു ക്രിസ്തു ആണ് എന്ന് ഏറ്റു പറഞ്ഞാൽ തല പോകുന്ന ദിവസങ്ങളായിരുന്നു. അതുകൊണ്ടാണ് വ്യക്തമായിട്ട്, സോ ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി ഡെസിഷൻ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. കർത്താവിൻ്റെ കൂടെ നടക്കുന്നത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്, ഇല്ലെന്ന്, അതൊരു ഇടുക്കുവാതിലാണ്. ആ ഇടുക്കുവാതിൽ കൂടെ തന്നെ നമുക്ക് നിത്യജീവനിലേക്ക് കടക്കാനായിട്ട് കഴിയുകയുള്ളൂ. എനിക്കത് വിശാലമാക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ജീവപുസ്തകത്തെക്കുറിച്ച് പറയുന്നത് വായിച്ചാട്ട്. ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് പിന്നീട് എപ്പോഴെങ്കിലും അല്ല, ജീവനോടായിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കതായി പ്രാപിക്കുവാൻ വരേണ്ടതാകേണ്ടതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ജീവനോടുള്ളപ്പം നമുക്ക് ഈ ഡെസിഷൻ എടുക്കണം. ജീവനോടുള്ളപ്പോൾ കർത്താവെ, ഞാൻ കോൺഷ്യസ്ലി എടുക്കുന്ന ഡെസിഷനാണ് ഐ വോണ്ട് ടു വാക്ക് വിത്ത് യു. കർത്താവെ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച്, കർത്താവെ, ഞാൻ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുന്നു. എൻ്റെ പാപങ്ങളെ കഴുകി എന്നെ നിൻ്റെ മകനാക്കണേ, മകളാക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആ വാക്യം വായിച്ചാട്ടെ. 12-ാമത്തെ വാക്യം, ഐ തിങ്ക് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 12. As many as have received him, വായിച്ചാട്ടെ. അനേവർക്കും ദൈവ മക്കളാകുവാൻ. പിന്നെ ഫ്രണ്ടല്ല, നമ്മൾ പാടിയ വാട്ട് എ ഫ്രണ്ട് വി ഹാവ്, ബട്ട് ദെൻ ഹിയർ ഇറ്റ് ടോക്സ് അബൌട്ട് ദൈവ മക്കളാകുവാൻ, മകനാകുവാൻ, മകളാകുവാൻ. പിന്നെ നമ്മൾ വിളിക്കുന്നത് ദൈവമേ എന്നുള്ളത് കറക്റ്റ് ആണെങ്കിലും
അതിലും ഇൻറ്റിമേറ്റ് ആയിട്ട് നമ്മൾ എന്താ വിളിക്കുന്നത്? അബ്ബാ ഫാദർ, അബ്ബാ പിതാവേ, അല്ലേ? അബ്ബാ പിതാവേ എന്നാണ് വിളിക്കുന്നത്, അബ്ബാ ഫാദർ. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു പിതാവിനെ അഡ്രസ്സ് ചെയ്തോ അബ്ബാ ഫാദർ എന്ന് പറയുന്നത് പോലെ നമുക്കും അവകാശം തരികയാണ് അബ്ബാ ഫാദർ. എങ്ങനെ നമ്മുടെ സ്വന്തം അപ്പനെ, വളരെ ക്ലോസ് ആയിട്ടുള്ള അപ്പനെ വിളിക്കുന്നത് പോലെ, പ്രൈസ് ഗോഡ്, നമുക്ക് നമ്മുടെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് അപ്പം. അതുകൊണ്ടാണ് കൃപാസനം നമുക്ക് വേണ്ടി തുറന്നു നൽകി. നമ്മുടെ കരുണയല്ല, നമ്മുടെ മെറിറ്റല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മെറിറ്റാണ്, അല്ലേ? കൃപാസനത്തിലൂടെ തക്ക സമയത്ത് കരുണയും കൃപയും ലഭിക്കേണ്ടതിനായിട്ട്. എന്നാൽ യോഹന്നാൻ്റെ 3-ാം അധ്യായം തുടങ്ങിയത് ഒരു വ്യക്തിയുമായിട്ടായിരുന്നു, നിക്കോദിമോസ്, അല്ലേ? അദ്ദേഹം രാത്രിയിൽ കർത്താവിൻ്റെ അടുക്ക വന്നു. ഇദ്ദേഹത്തെ പലപ്പോഴും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ദൈവത്തെ സാക്ഷീകരിക്കാൻ. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിക്കോദിമോസിനെ പിന്നെയും കാണാം. കർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട് ഓഫീസേഴ്സിനോട് പറഞ്ഞു വിട്ടപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ യോഹന്നാനെ അന്നേരവും കർത്താവിനെ സഹായിക്കുന്ന നിക്കോദിമോസിനെ കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 7, 7-ാം അധ്യായത്തിൽ 50-ാമത്തെ വാക്യം, വേഴ്സ് 50. കർത്താവിനെ സഹായിക്കുകയായിരുന്നു. കർത്താവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിക്കോദിമോസ് സഹായിച്ചതാണ്. അദ്ദേഹത്തിന് വളരെ സ്നേഹമുണ്ടായിരുന്നു, ബഹുമാനമുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പരസ്യമായി തൻ്റെ പൊസിഷൻ വിട്ടിട്ട് താൻ തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇറങ്ങി തിരിച്ചില്ല. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ, ജോൺ ചാപ്റ്റർ 19, അദ്ദേഹത്തിൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം ഇച്ചിരൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നൊരു ഭാഗമുണ്ട്. 39-ാമത്തെ വാക്യം, വേഴ്സ് 39, കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. ഞാനത് വളരെ മനോഹരമായി മനസ്സിലാക്കുന്നത്, യു ഷുഡ് സീ ഇൻ എ ലൈഫ് ടൈം ഗോഡ് ഹസ് ടോൾഡ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിന് കാണാനും കഴിഞ്ഞു അതുപോലെ തന്നെ ക്രിസ്തു ചെയ്തത്. വായിച്ചാട്ട് 39-ാമത്തെ വാക്യം. മനസ്സിലായോ? ഈ നിക്കോദോസാണ് യോഹന്നാൻ 3-ൽ കാണുന്നത്. അതേ നിക്കോദോസാണ് 7-ാം അധ്യായത്തിൽ കാണുന്നത്. 19-ാമത്തെ അധ്യായം വന്നപ്പോഴത്തേക്കും പരസ്യമായി അവൻ യോഹന്നാൻ കർത്താവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പരീശനാണ്. അദ്ദേഹം ക്ലിയർ ആയിട്ടൊരു സ്റ്റാൻഡ് എടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് ദെയർ. ഹിസ്റ്ററി സേസ് ഹി മൈറ്റ് ഹാവ് ടേക്കൻ, ബട്ട് ഐ ഡോണ്ട് നോ, മേ ബി മേ നോട്ട് ബി. ദർ ഇസ് നോ റെക്കോർഡ് ഇൻ ബൈബിൾ. പക്ഷേ ഞാനത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെ മോശ ഒരു സർപ്പത്തെ ഉയർത്തിയോ അതുപോലെ ഉയർത്തപ്പെടും, അവരിൽ വിശ്വസിക്കുന്നവൻക്കാണ് നിത്യജീവൻ. ചില മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതേ നിക്കോദോസ് അത് കാണുകയാണ്. ആ പറഞ്ഞ ക്രിസ്തു എങ്ങനെ മോശ ഉയർത്തിയതുപോലെ തന്നെ ഉയർത്തി, എന്നിട്ട് ആ ശരീരം വാങ്ങിക്കാൻ പോകുമ്പം അദ്ദേഹത്തിന് ലൈവായിട്ട് ഫീൽ ചെയ്ത് കാണും, ഈ കർത്താവ് എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവിക്കും. ഈ മാസങ്ങൾ കഴിഞ്ഞിട്ട് അവൻ അതുപോലെ ചെയ്തു. ഇന്ന് ഞാൻ എൻ്റെ ഈ സുഗന്ധവർഗ്ഗം കൊണ്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ അന്നേരവും അവിശ്വാസം കൊണ്ടായിരിക്കാം അദ്ദേഹം റിയലൈസ് ചെയ്ത് കാണത്തില്ല. കർത്താവ് ചില ദിവസം അതിന് ശേഷം 3 ദിവസം കഴിഞ്ഞ ശേഷം ഉയർത്തിട്ട് എന്നുള്ള കാര്യം അന്നേരവും അദ്ദേഹം വിശ്വസിച്ച് കാണത്തില്ലായിരിക്കാം, അറിയത്തില്ല. ഐ ഡോണ്ട് നോ. ബട്ട് ഡിഡ് ഹി ഡു ഇറ്റ് ഓർ നോട്ട്, ഐ ഡോണ്ട് നോ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ദൈവം വ്യക്തമായി വരച്ചു തന്നിരിക്കെ നമുക്ക് ഓപ്ഷനുണ്ട്, തള്ളാനോ കൊള്ളാനോ. തൻ്റെ പ്രിയ ശിഷ്യന്മാരോട്, ഞാൻ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതം വേണമെങ്കിൽ ഒരു പാർട്ട് ടൈമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. ഒക്കുന്നെങ്കിൽ, എല്ലാം കൺവീനിയൻ്റ് ആകുമ്പോൾ, എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ കർത്താവിനെ പിൻപറ്റാം. വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ കർത്താവ് ആ ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. മനസ്സിലായോ? വായിച്ചാട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ ശിഷ്യന്മാരോട് പറഞ്ഞ ആ ഒരു കാര്യം, നിങ്ങൾക്ക് പോകണമെങ്കിൽ വായിച്ചാട്ട് 67-ാമത്തെ വാക്യം, വേഴ്സ് 67, 6-67. നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഡു യു വാണ്ട് ടു ഗോ? യു ക്യാൻ ഗോ. ഹല്ലേലൂയ. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇറ്റ് ഈസ് ഓപ്പൺ ആൻഡ് ക്ലിയർ. നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ സ്നേഹം വളരെ ക്ലിയറാണ്. കർത്താവ് പറഞ്ഞു ഞാനത് ചെയ്യും, അവനത് ചെയ്തു. അവനൊരു വാക്കിനും വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരുത്തത്തില്ല. പക്ഷേ ദ റെസ്പോൺസ് ഇസ് അവേഴ്സ്. നമ്മളോട് പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അപ്പോഴാണ് പത്രോസ് വന്ന്, എൻ്റെ പൊന്നു കർത്താവേ എന്ന് പറയരുത്, നിത്യജീവൻ്റെ മൊഴികൾ ടു ഹും ഷാൽ വി ഗോ. നമ്മളും
ആ പത്രോസ് പറഞ്ഞ പോലെ തൊട്ടടുത്ത വാക്യത്തിൽ പത്രോസിൻ്റെ എക്സ്പ്രഷൻ വായിച്ചാട്ട്. കർത്താവെ, ഈ ഒരു എക്സ്പ്രഷൻ നമുക്കും ഇന്ന് മധ്യാഹ്നത്തിൽ നമ്മുടെ മധ്യത്തിലും ഉണ്ടാകണം. കർത്താവെ, യെസ് ലോഡ്, വെർ ഷാൽ വി ഗോ? നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട് കർത്താവെ. വി വിൽ നോട്ട് ഗോ. ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നത് ഒരു പാർട്ട് ടൈം അല്ല, കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഒബീഡിയൻസിലല്ല. ലോഡ്, നമുക്ക് ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായില്ലെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ആണെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും കർത്താവിനെ ചേർന്ന് പിടിക്കുവാൻ, കർത്താവെ, whatever it is in front of us, Lord, it's out of love. It is God's, it's very plain truth. There's nothing hidden, absolutely open. അതുകൊണ്ടാണ് പ്രിയ ഞാനിത് പറഞ്ഞത്. വില്യം ടിൻഡേലൊക്കെ തൻ്റെ ജീവൻ കൊടുത്ത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവെ, ഇത് നമുക്ക് ഓപ്പൺ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, നമുക്ക് വായിക്കണം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കേണ്ട. ദൈവജനം എങ്ങനെയാണെങ്കിൽ അത് വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിന് തക്കതായ ന്യായവിധികളും ഉണ്ടാവും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.